നിങ്ങൾ ചെയ്തിട്ടുള്ളതിൽ മറക്കാൻ പറ്റാത്തൊരു ഉത്സവം ഏതാ? ലൈവ് ചെയ്തിട്ടുള്ളത് ലൈവ് രാമൻ എൻട്രി ഫാനടി ഓൾവേസ്. സാമാന്യ ജനങ്ങൾ ഒരു മണ്ണിട്ട വീഴില്ല. രാമൻ രാമൻ എന്ന് പറഞ്ഞ ഒരു ലെഗ് ഫാക്ടർ, എന്നാ ഒരു അവതാര പുരുഷൻ, അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത മാതംഗ ഇതിഹാസം. ഈ ഉത്സവപ്പറമ്പുകളിൽ ഇത്തവണ മിസ് ചെയ്യുന്നത് ആരായിരിക്കും? ഡെഫിനറ്റ്ലി ഇലക്ട്രിക്. വല്ലാതെ പോക്കായിരുന്നല്ലേ? അത് നാരായണൻകുട്ടി ഞങ്ങളെ കരയിച്ചു മതി. നാരായണൻകുട്ടി ഒരു കുഴപ്പമില്ലാതെ പോയിട്ട് 3-ാം ദിവസമാണ് ശരി. കുറെയൊക്കെ ഈ ഊട്ടിന്റെ ഒരു പ്രശ്നമുണ്ട്, ആനയൂട്ട്. ഡോക്ടർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ആനക്കല്ലേ എന്നുള്ള രീതിയിൽ ആനയൂട്ടിന് വേണ്ടിയിട്ട് സംഘാടകരോ ഇല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ പഴയ അവലായിരിക്കും, കൂത്ത അവലായിരിക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ ആന ഇത് ഒന്നും അറിയാതെ അങ്ങ് വീഴുക. 2 കരിമ്പ് അതെ ഇങ്ങനെ വിലങ്ങിച്ച് കിടക്കുന്നു. നമ്മള് ഒരു പൈപ്പിന്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന മുഴുവൻ അവിടെ ബ്ലോക്ക് ആവും. വടക്കുന്നാഥൻ ആനയൂട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനയൂട്ട്. അതിനൊരു ചിട്ടയുണ്ട്, ഒരു ആചാരമുണ്ട്. അഖിലിനോട് പറയും നമുക്ക് വരുമ്പം കടവൂരാന്നും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ ആ രീതി പുള്ളി സെറ്റ് ചെയ്യും. ഒരു കെമിസ്ട്രിയാണ്. അപ്പൊ ചിലപ്പോ പറയും മന്നാടിയാർ ഒരാനക്കുള്ള പേര് അതിനനുസരിച്ച്. ഇപ്പം പാമ്പാടി രാജന്റെ നമ്മൾ ചെയ്തത് പട്ടങ്ങളുടെ തമ്പുരാനാ പാമ്പാടി. അതെ, രാജനില്ലാത്ത പട്ടമില്ല. അപ്പൊ പട്ടങ്ങൾ മാത്രം നമ്മൾ അത് തിരുനക്കര പൂരത്തിന്റെ ലൈവ് ചെയ്തിട്ടുണ്ട്. പട്ടങ്ങൾ വെച്ച് മാത്രം പഴഞ്ഞി പെരുന്നാള്. ഞാൻ ഇനി ആനവിശേഷങ്ങളിൽ നിങ്ങളുടെ വിശേഷത്തിന് വന്നാലേ, ഈ ശൈലേഷ് ചേട്ടനും അഖിലുമായി എങ്ങനെയാ നിങ്ങളൊരു കോമ്പിനേഷൻ ആയത്? ആ കഥ ഒന്ന് പറഞ്ഞാൽ. ഞങ്ങള് സത്യം പറഞ്ഞ വൈക്കത്തുകാരാ, ആൾക്കാരാ. പക്ഷേ 2 കിലോമീറ്റർ അങ്ങനെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരാ. പക്ഷെ ശരിക്കും കാണുന്നത് 2019 ആ ഒരു സമയത്ത്, 18 തിരുനക്കര പൂരത്ത് ആ ഒരു സമയത്ത്. അപ്പൊ ശൈലേഷ് ചേട്ടൻ ഈ മേഖലയിലുണ്ടോ? അനൗൺസ്മെന്റ് മേഖലയിലുണ്ടോ? 2015 ആണ് വൈക്കം വിട്ട് നമ്മള് ഈ ഒരു ആന ശരിക്കും ഈ ഒരു രീതിക്ക് വരുന്നത് തിരുനക്കര പൂരം. 2018 മാർച്ച് 20 നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ്, നമ്മുടെ വിവാഹിതനാണ്. ആ ഡേറ്റ് ഒക്കെ ഞാൻ മറന്നു വിടുന്നുണ്ട്. പക്ഷെ 2018 മാർച്ച് 20 എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ നമ്മളിങ്ങനെ ഇരിക്കുന്നതും ഒക്കെ ആ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനും തൃക്കടവൂർ ശിവരാജും ഞങ്ങൾ നമ്മളെ കണക്ഷൻ. ഞാൻ എഴുതി കൊടുക്കുന്നത് പുള്ളിക്കും അറിയില്ലായിരുന്നു. അങ്ങനെ തുടങ്ങിയത്. കാരണം ഇതൊരു ഇങ്ങനെ വന്ന് ഇങ്ങനെ മൂക്കെ പിടിക്കും എന്ന് പറയും. അതേമാതിരി ഒരു സംഭവം. വേറൊരാൾ വഴി തിരിഞ്ഞാ വന്നോണ്ട്. കാരണം സ്ക്രിപ്റ്റ് പുള്ളി എഴുതുന്നുണ്ട്. പുള്ളി അതിനു മുമ്പ് കഥകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ അന്നത്തെ രീതി കഥകൾ എഴുത്താണ്. അപ്പൊ ഇപ്പം ചുരുക്കമാണല്ലോ. കല്യാണങ്ങളുടെ ഇതുവരെ 1 മിനിറ്റ് റീലാണല്ലോ. ആ ഒരു കാലത്തിനനുസരിച്ച് ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. അന്ന് അങ്ങനെയല്ല, നിങ്ങളെ ചുറ്റിപ്പിടിക്കുക. അപ്പൊ അന്ന് വേറൊരാൾ വഴി ഗൾഫിലാണ് ആള് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ പുള്ളിയായിട്ട് കണക്ഷനുള്ളൂ. ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു തമ്പുരാൻ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹവും ഇങ്ങനും തമ്മിൽ ആനപ്രേമം വഴി കണക്ഷനുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിക്കും. അതിന് അപ്പോൾ പുള്ളി വേറെ അടുത്തുനിന്നും ഒക്കെ കുറച്ചുണ്ടാക്കും, ഇങ്ങേറെ അടുത്തുനിന്നും ഉണ്ടാക്കും. പുള്ളി അതിൽ നിന്നൊന്നും ഉണ്ടാക്കില്ല. പുള്ളി അതേ പിടിച്ചൊക്കെ അവസാനം തിരുനക്കര ആദ്യത്തെ ഇതിൽ ഞാൻ അറിഞ്ഞില്ല. ഒരു മുഖത്തല പരിപാടിക്ക്, അതേ വർഷത്തെ മുഖത്തല പരിപാടിക്ക് മെയ് 9-ാം തീയതി ഇങ്ങനെ ഇന്നപ്പം ഒരാന മാറി ഞാൻ സ്പോട്ടിൽ നിൽക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പിടികിട്ടണല്ലോ അത് എന്ത് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് പറയുമ്പം ഇപ്പം നമുക്ക് ഓക്കെ, നമ്മളതിൽ ആയി. അന്ന് തുടക്കക്കാലമാണ്, പിച്ച വെച്ച് തുടങ്ങുന്ന സമയം എന്ന് പറയാം. അപ്പം അത് ഞാൻ അങ്ങനെ വിളിച്ച പുള്ളി ഗൾഫിലാണല്ലോ, കിട്ടണില്ല. ഒരു തരത്തിലും പുള്ളി റിപ്ലൈ ചെയ്യുന്നില്ല മെസ്സേജിന്. പുള്ളി പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിത് പുള്ളി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം പുള്ളി ഇങ്ങേരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങേരെ ഏതോ ഒരു നമ്പറിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ ഞാനാണ് അഖിലാണ്, ഒന്നുകൊണ്ടും മേടിക്കണ്ട, ഇപ്പൊ സാധനം വരുന്നു. സാധനം വന്നു. കുറച്ച് കഴിയുമ്പോൾ പുള്ളി എനിക്ക് അതേ സാധനം അയച്ചു. ഞാൻ രണ്ടും നോക്കിയപ്പോൾ ഒരു വ്യത്യാസം. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, എന്തിനാ മൂക്കി ചുറ്റിപ്പിടിക്കുന്നത്, നേരെ പിടിച്ചു. അതെന്റെ വീടിന്റെ അടുത്തുള്ള ആള്. അങ്ങനെയാണ് കണക്ഷൻ ആണ്. പിന്നെ അത് വെച്ച് നിങ്ങളൊരു ഊട്ടിന് പോയപ്പോ നമ്മള് ആദ്യമായിട്ട് നിങ്ങളവിടെ അതുപോലെ കടപ്പൂര് അതുപോലെ ആന വിട്ടാണ്. അങ്ങനെ മെസ്സഞ്ചറിലാന്ന് വെച്ചാൽ എനിക്ക് നമ്പറില്ല, ശേഷം നമ്പർ ഇല്ല.
അന്ന് പക്ഷെ നമ്മൾ എഴുതി കൊടുക്കുന്ന പുള്ളി കാച്ചിക്കൊണ്ട് ഇപ്പൊ ഇനിതിരെ എങ്ങനെയാണോ അതുപോലെ അന്ന് ഫേസ്ബുക്ക് കത്തി നിൽക്കുന്ന സമയം. അപ്പം ഞാനന്ന് ഫേസ്ബുക്കിൽ എടുത്തിട്ട് മെസ്സഞ്ചറിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നത് കേശവന്റെ റെക്കോർഡിങ്, പുതുപ്പള്ളി കേശവൻ. അവിടുന്ന് മടത്തിക്കാവ് മടത്തിക്കാവല്ല, ചങ്ങനാശ്ശേരിയിലെ ഏതോ അല്ലല്ല ശരിയാ, മടത്തൽക്കാവല്ല, ശരിയാ, ഏതൊരു ക്ഷേത്രത്തിലേക്ക് ഒരു പട്ടം കേശവന് കൊടുത്തു, വരാങ്കുശ പ്രജാപതി കൊടുത്തു. നമ്മുടെ പുതുപ്പള്ളി കേശവന്റെ ഡ്രൈവറും കേശവൻ സുരേഷ് ഇവരെല്ലാം വന്നു, വൈക്കത്ത് വന്നു, അവരൊക്കെ വൈക്കത്ത് വന്ന് സ്റ്റുഡിയോ ഇരുന്നു. അപ്പൊ അഖിലും വന്നു. അപ്പോഴാണ് ഞാൻ അങ്ങനെ അടുത്തിരുന്ന് കാണുന്നത് അഖിലിനെ. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് റെക്കോർഡിങ് ചെയ്തു. അത് നമ്മുടെ ബെസ്റ്റ് സാധനം ശിവരാജ് ഫേസ്ബുക്കില് അങ്ങനെ ട്രെൻഡ് ഉണ്ടായത് ചിലപ്പോ അത് ആയിരിക്കും. റെക്കോർഡിങ് ഉണ്ടായെന്ന്, ശരിക്കും റെക്കോർഡിങ് ഉണ്ടായത് അന്ന് നമ്മൾ വേറെ കഥ സ്റ്റൈലാണ്, പക്ഷെ എന്നാലും അത് സെറ്റ് ചെയ്ത് നമ്മൾ അനൗൺസ്മെന്റിലേക്ക് ആക്കി, മോഡുലേഷൻ ഒക്കെ മാറിയാണ്. പിന്നെ ആ ഒരു ഫ്ലോയിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സാധനം, ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. ഇനി നിങ്ങൾ രണ്ടുപേരും വേറെ മേഖലകളിൽ ജോലി ചെയ്ത ആളുകളാണെന്ന് എനിക്കറിയാം. ഇപ്പൊ പൂർണ്ണമായി മുഴുവൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഈ മേഖലയിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ ഈ ഉത്സവ സീസണുകളൊക്കെ കഴിഞ്ഞാൽ ഈ ആന ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് ചാനൽ ചെറുതായിട്ട് ഫേസ്ബുക്കിലാണ് കൂടുതലും നോക്കുന്നത്. യൂട്യൂബ് പതുക്കെ നോക്കാന്നുള്ള രീതി ഇപ്പൊ പതുക്കെ തുടങ്ങുന്നു. അതായത് ഒരു വലിയൊരു എപ്പിസോഡ് എന്നുള്ള രീതിയിലൊന്നുമല്ല, ജസ്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു 2 മിനിറ്റ് നിൽക്കുന്ന രീതിയിലുള്ള ഓരോ ആനകളുടെ കഥകൾ അത് തുടരും. ഇപ്പം സാധുവിന്റെ ഇറക്കി ഇപ്പൊ ഏകദേശം തീരാൻ പോകുന്നതേ ഉള്ളൂ. ആന മാത്രമല്ല, ഞങ്ങൾ എല്ലാ ഫീൽഡും ചെയ്യണം. ആന എന്നുള്ളതല്ല, ഉത്സവം നമ്മൾ പോകുന്നതെല്ലാം കണ്ടന്റ്. ചുരുക്കം പറയാൻ നമുക്ക് ഒരു എതിരാളിയും കൂടി കൊണ്ടുപോയി വരുന്നുണ്ട്. ഇല്ല, ഇവിടെ ഭൂതപ്രേത പിശാചുകളല്ലേ ഇവിടെ ഉള്ളത്. ഭൂതം പ്രേതം നമ്മൾ രാത്രി എനിക്ക് മെസ്സേജ്, ഭൂതവും പ്രേതം പിശാചും മാത്രം. ഞാൻ ഭൂതവും പ്രേതം പിശാചും മാത്രമല്ല, ഇവിടെ എല്ലായിട്ടും ധൈര്യമായിട്ട് പോരുന്നു. ചുമ്മാ തമാശക്ക് പറഞ്ഞാൽ. ഓക്കെ, ശരി ചേട്ടാ, ഈ നിങ്ങൾ ചെയ്തിട്ടുള്ളതിൽ മറക്കാൻ പറ്റാത്തൊരു ഉത്സവം ഏതാ ലൈവ് ചെയ്തിട്ടുള്ളതില്? രാമൻ എൻട്രി ഓഫ് ആനേടി. ആനേടി രാമന്റെ ഒരു അവതാരം, അതൊരു കൺസ്ട്രക്ഷൻ ആയിരുന്നു. അഖിലിന്റെ സ്ക്രിപ്റ്റ് എഴുതിയപ്പം പുള്ളി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പറഞ്ഞപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് പിന്നെ കേൾക്കുമ്പോൾ ആദ്യം റീൽസ് തുടങ്ങിയ കാലം 2019. അതിനുശേഷമാണ് പിന്നെ റീൽസ് എന്ന് പറഞ്ഞ ടിക്ടോക്ക്, റീൽസ് ടിക്ടോക്കിലായി, അത് വൈറലായ ടിക്ടോക്കിൽ ആദ്യ വീഡിയോ. ഒരു രക്ഷ ഉണ്ടായില്ല. കാരണം അസാമാന്യ ജനങ്ങള്, ഒരു മണ്ണിട്ട വീഴില്ല. രാമനെ കൊണ്ടേ വരിക, ആദ്യമായിട്ട് വരിക. അപ്പോൾ അതിനു മുമ്പ് ശ്രീകൃഷ്ണന്റെ അവിടെ വന്നിട്ടുണ്ട് പുതിയയിട്ടത്ത്. പക്ഷെ ആനയടി പഴയയിടത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. ശ്രീകൃഷ്ണ സേന അവര് കൊണ്ടുവരുന്നു. ദൂരേന്ന് നമുക്ക് കാണാം. നമ്മളെ അന്ന് നിൽക്കുന്നത് ഈ ഗോപുരത്തിന് മേളിലാണ്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ലൈവാ ആനയടിയിൽ. അപ്പൊ അവിടെ മേളിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൂരേന്ന് കാണാം. ഇവരുടെ വേഷം വൈറ്റ് ആൻഡ് വൈറ്റ് ആണോ, വൈറ്റ് ആൻഡ് കാവ്യാണോ, ഒരു യൂണിഫോം. അപ്പൊ അത് നമുക്ക് അവരിങ്ങനെ വരുന്ന കാണാം. അപ്പൊ നമ്മൾ ദൂരേന്ന് വരുമ്പോ നമ്മൾ പറയുന്നുണ്ട്, ദാ വരുന്നു അപ്പം ഇനി ആരാണ് വരുന്നത്, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കൊടുക്കുന്നത്. കാരണം ഇവിടെ നിൽക്കുന്നവർക്കൊന്നും അറിയില്ല അവിടുന്ന് എന്താ നടക്കുന്നത്. അപ്പൊ നമ്മളങ്ങനെ ഒരു ക്യൂരിയോസിറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ പറച്ചില്ല അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് സംഭവം രാമനാ വരുന്നതെന്ന്. അപ്പൊ അവർ മേലോട്ട് നോക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആവേശമാണ്. അതിങ്ങനെ വന്ന് രാമനെ കുറിച്ച് രാമനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ രാമനെ നോക്കിയ പാപ്പാന്മാരുണ്ട്, പണ്ട് തൊട്ടേയുള്ള പേരെടുത്ത പാപ്പാന്മാർ. അവരെ കുറിച്ച് കൊണ്ടുവരുന്ന രാമൻ തന്നെ ടോപ്പിക്, രാമനാണ് അതില് ഹൈലൈറ്റ്. അപ്പൊ അവര് കൊണ്ടു നടന്ന രാമൻ, അവരുടെ ഓരോ അരമുറിക്കോല് കൊണ്ട് എരുമയൂർ സിംഗം അടവ് പഠിപ്പിച്ച രാമൻ, രാമാവതാരം എന്നുള്ള രീതിയിലാണ് അത് തീർക്കുക. അങ്ങനെ ഒരു രാമൻ അവതരിച്ച ഒരു ആനയടിപ്പൂരായിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റില്ല. തിരുനക്കരയിലെ രാമൻ എൻട്രി കഴിഞ്ഞാൽ അത് പീക്കാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ്. അതിന് ഈക്വല ആനയടി, ഭയങ്കര ഫീലാണ്. അത് രണ്ടും രാമൻ എന്ന് പറഞ്ഞ ഒരു ലെഗ് ഫാക്ടർ. രാമൻ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, അവതാര പുരുഷൻ, അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത മാതംഗ ഇതിഹാസം. അതാണ് രാമൻ. ആ രാമന്റെ ഒരു അനുഗ്രഹം, അപ്പുറത്തെ ഭഗവതിയുടെ അനുഗ്രഹം, ഞങ്ങളുടെ ഉപാസന ഭഗവതി, വൈക്കത്തപ്പൻ, ഇതൊക്കെ കൂടെ കൊമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫീലാണ് ഈ തിരുനക്കര പ്ലസ് ആനയടി. ഈ ഉത്സവപ്പറമ്പുകളിൽ ഇത്തവണ മിസ് ചെയ്യുന്നത് ആരായിരിക്കും? ഡെഫിനറ്റ്ലി ഈരാട്ടുടയ്യപ്പൻ. വല്ലാതെ പോക്കായിരുന്നല്ലേ അത്. നാരായണൻകുട്ടി ഞങ്ങളെ കരയിച്ചു മതി. നാരായണൻകുട്ടി തലേ ദിവസം 2 ദിവസം മുമ്പ് ഫോട്ടോ എടുത്തിട്ട്, അതായത് ഫോട്ടോ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ട് പോയ ആനയാ. അത്ര സ്നേഹമായിരുന്നു. പുലിയന്റെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു പാല,
അവിടുത്തെ വീട്ടിനെ വന്ന് ആള് ഒരു കുഴപ്പമില്ലാതെ പോയിട്ട് 3-ാം ദിവസം ആന ശരിക്കും. ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ബാങ്കിന്റെ ഒരു പരിപാടിയായിട്ട് അത് എറണാകുളത്താണ്. ഒരു രാവിലെ കോൾ വിളിച്ചിട്ട് രണ്ടുപേരും, നമ്മുടെ അനിയനുണ്ട് ശ്രീകാന്ത്, അവനും ജയലജനും, ഇവർ രണ്ടുപേരും മാറി മാറി എന്നെ വിളിക്കുന്നു. നാരായണൻകുട്ടി ചെരിഞ്ഞു വന്നു. രാവിലെ എഴുന്നേക്കുന്ന വാർത്ത കേട്ടുണ്ട്. വിട്ടുപിടിവിച്ച് ഞങ്ങൾ വന്ന് ഞങ്ങൾ ഓടി ചെന്നപ്പോൾ പോസ്റ്റ്മോർട്ടം സ്റ്റാർട്ട് ചെയ്തു. സഹിക്കാൻ പറ്റാത്ത തോന്നുന്നു. അതുപോലെ കുറേയൊക്കെ ഈ ഊട്ടിന്റെ ഒരു പ്രശ്നമുണ്ട്, ആനയൂട്ട്. എന്താ പറയുക, കൂണ് പോലെ പുതിയ പുതിയ ആനയൂട്ടുകൾ വരുന്നുണ്ട്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഡോക്ടർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിവരെ ശരിയാണ്. പഴയ ഇപ്പം ആനയ്ക്കല്ലേ എന്നുള്ള രീതിയിൽ ആനയൂട്ടിന് വേണ്ടിയിട്ട് സംഘാടകരോ ഇല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ പഴയ അവലായിരിക്കും, പൂത്ത അവലായിരിക്കും, അല്ലെങ്കിൽ പഴയ പഴങ്ങളായിരിക്കും, ചീന പഴങ്ങളുണ്ടാവും. അതിൽ പുഴുക്കൾ വന്ന എന്താ നമ്മുടെ തണ്ണിമത്തനും അതേപോലെ പൈനാപ്പിളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊരു ആഹാരപ്രിയനാണ് ആന. ആനയ്ക്ക് ദഹിച്ച് കഴിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരാൾ ആപ്പിൾ കൊടുക്കുന്നു, അങ്ങനെ എല്ലാവർക്കും അവരെയും തെറ്റു പറയാൻ പറ്റില്ല. അവർക്ക് ആനയ്ക്ക് അടുത്ത് നിൽക്കാനൊക്കെ ഒരു അവസരമാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ആന ഇത് ഒന്നും അറിയാതെ അങ്ങ് വിഴുങ്ങുക. ശരിക്കും ഒരു പ്രോപ്പറായിട്ടൊരു ദഹനത്തിലേക്ക് എത്തുന്നില്ലത്. അത് ചിലപ്പം ഇപ്പം സാധുവിന് സംഭവിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ അച്ചായൻ പറഞ്ഞത് 2 കരിമ്പ് ഇങ്ങനെ വിലങ്ങിച്ച് കിടക്കുന്നു. നമ്മള് ഒരു പൈപ്പിന്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന മുഴുവൻ അവിടെ ബ്ലോക്ക് ആവും. അതേപോലെ സംഭവിച്ചു. ആനല്ലേ, അത് ആഹാരപ്രിയനായിട്ടുള്ള ജീവിയാണ് ആന, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. ഇത് കരിമ്പാണോ ഒന്നും അറിയുന്നില്ല. ആൾക്കാർ സ്നേഹത്തോടെ കഴിക്കുവാൻ എൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു, കയ്യിൽ വെച്ചെടുക്കുന്നു. ആനക്കാരെ ഒരു പരിധി വരെ അത് കുറെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ നിൽക്കില്ല. അതുപോലെ ക്രൗഡാണ്, ആൾക്കാരത് അങ്ങ് കൊടുത്തു കൊടുക്കും. നിങ്ങൾ വേഗം വേഗം കഴിക്കും. നോക്കി നമ്മുടെ നാട്ടിൽ ഇപ്പൊ തന്നെ ആനകളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആന ഉടമസ്ഥർ ഇതിൽ കെയർ എടുക്കണ്ട, ഇങ്ങനെയുള്ള പരിപാടികൾ. ആന ഉടമസ്ഥർ ആരെയും ഇതിൽ പ്രത്യേകിച്ച് കുറ്റം പറയാനില്ല, പക്ഷെ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആനയൂട്ട് നടത്തുവാണെങ്കിൽ അത് വൃത്തിക്ക് ചിട്ടയോട്. ഇപ്പം വടക്കുന്നാഥൻ ആനയൂട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനയൂട്ട്. അതിനൊരു ചിട്ടയുണ്ട്, ഒരു ആചാരമുണ്ട്, ഒരു രീതിയുണ്ട്. അതേപോലെ ചിട്ടയോടെ നടത്തുന്ന എത്രയോ ആനയൂട്ട്. അതുപോലെ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒരുപാട് നല്ല ആനയൂട്ടുകൾ നടക്കുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നവർ തലേ ദിവസമൊക്കെ നല്ല ആനക്കാരെ വിളിച്ചു വരുത്തിയിട്ട്, പഴയ ആനക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ആനക്ക് ചോറുണ്ടാക്കി. അവരുണ്ടാക്കുന്ന ചോറല്ല, ആനക്ക് വേണ്ട സാധനങ്ങൾ ചേർത്ത് ഗ്യാസ് അടിക്കരുത്, അതിലുള്ള ചോറുണ്ടാക്കും, ശവനപ്രാശം കൊടുക്കും. അത് വാങ്ങിക്കുന്നവരല്ല, ഉണ്ടാക്കിക്കുന്ന ആനയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടാക്കിച്ച് ആനയ്ക്ക് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ ആനകൾക്ക് കഴിക്കാവുന്ന സാധനങ്ങൾ മാത്രം ലിസ്റ്റ് ചെയ്ത് കൃത്യമായ സാധനങ്ങൾ കഴുകി, ഓറഞ്ച് പോലും കഴുകിയിട്ട് കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഓറഞ്ച് നമ്മൾ തൊലി പൊളിച്ചിട്ട് കഴിക്കുന്ന സാധനം, അതുപോലും മഞ്ഞളിട്ട വെള്ളത്തിൽ കഴുകി കൊടുക്കുന്ന ആനയൂട്ടുകളുണ്ട്. ആനയൂട്ടുകൾ നമ്മൾ ഇതാക്കി പറഞ്ഞല്ല, തണ്ണിമത്തനൊക്കെ അറിയാമല്ലോ, വിഷമാണ് മൊത്തം. പക്ഷേ എത്രത്തോളം ഇപ്പം എല്ലായിടത്തും നടത്തുന്ന ആനയൂട്ട്, 1 ആന 2 ആന 5 ആന 10 ആന നടത്തി പോകുമ്പോൾ ചിലപ്പോൾ ഇത് ഒരുപാട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയെന്ന് വരില്ല, സംഘാടകർക്കും പറ്റുന്ന വരില്ല, ശ്രദ്ധിക്കാൻ ചിലപ്പോൾ ആന മുതലാളിമാർക്കോ ആനക്കാർക്കോ പറ്റുന്ന. പരമാവധി ശ്രദ്ധിക്കുക. അത് ഉരുളയൊക്കെയാണ്, ചെറിയ ഉരുള, അപ്പൊ പെട്ടെന്ന് കഴിച്ചു പോവാം. ഇത് ആനയല്ലേന്ന് വെച്ചാൽ വലിയ ഉരുള ഉരുട്ടി അങ്ങനെ കൊടുക്കണം നിർബന്ധമില്ല. നമ്മൾ കഴിക്കുന്ന പോലത്തെ ചെറിയ ഉരുള ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൊടുക്കാൻ. വേറെ ഒന്നുമല്ല, ആനകൾക്ക് വലിയ ഉരുള കൂട്ടി ഇപ്പോൾ ഫോറസ്റ്റിലൊക്കെ കൊടുക്കണ്ടല്ലോ, വലിയ ഉരുള കൊടുക്കുക. അത് അവരുടെ രീതി, അവർ കൊടുക്കുന്ന സ്ഥിര ആ റൊട്ടീൻ, ആ ഒരു എന്താ പറയുക അളവിലുള്ള ഫുഡ് കിട്ടും. പക്ഷെ അത് നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് ചെറിയ ഉരുളകളാക്കി കൊടുക്കുന്നവരുണ്ട്.